CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഒരു കൊല്ലം തരുന്നില്ല. 7000-ഓളം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെലവഴിച്ചത് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് തരുന്നില്ല. ഈ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് മൊത്തം പറഞ്ഞു ആ കാര്യം. എല്ലാവർക്കും അറിയാലോ. നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളോട് ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം പാർലമെന്റിലേക്ക് മന്ത്രിമാരും മന്ത്രിസഭയാകെ മുഖ്യമന്ത്രി ഉൾപ്പെടെ MLA ഉൾപ്പെടെ എല്ലാവരും അവിടത്തേക്ക് പോയി. ഇന്ത്യയിലെ എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. ഫറൂഖ് അബ്ദുള്ള പങ്കെടുത്തു, ജമ്മു ആൻഡ് കാശ്മീരിൽ. അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി പങ്കെടുത്തു, പഞ്ചാബ് മുഖ്യമന്ത്രി പങ്കെടുത്തു, തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് വേണ്ടി IT മന്ത്രി പങ്കെടുത്തു, നിരവധി പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അങ്ങനെ ഒരു ദേശീയ സമരമാക്കി ആ സമരത്തെ മാറ്റാനും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനും യഥാർത്ഥത്തിൽ ആ സമരത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു. തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. സുപ്രീം കോടതിയിൽ പോകാൻ കേസില്ല എന്നായിരുന്നു UDF-കാർ പറഞ്ഞത്, BJP-കാർ പറഞ്ഞത്. കേസുണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെ 13,000-ലധികം കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നിപ്പോൾ ആശ്വാസത്തോടു കൂടി നമുക്ക് 3 മാസത്തെ ഗഡു കൊടുത്തു തീർക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ട് പണം ഉണ്ടെങ്കിലും ഇവർ തരും. അതാണ് ഈ ഗവൺമെന്റിനെ പറ്റിയുള്ളവരുടെ പ്രതീക്ഷ. പണം ഉണ്ടെങ്കിൽ ഞാൻ 20 സീറ്റും പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിക്ക് അപ്പുറം വരെ ആരും വരാനില്ലല്ലോ. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ല. വെറുതെയാവും. സംശയം എന്താ? വെറുതെയാവുമെന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് കുറയും. അത് കോൺഗ്രസ് നായകൻ വരുമോ നോക്കി.